നമസ്കാരം. നമസ്കാരം. അതായത് വളരെ രസകരമായ വാർത്തകളാണ് വരുന്നത്. മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്ന വാർത്തയാണ് വരുന്നത്. കേരളത്തിൽ നിന്നല്ലാതെ നാഷണൽ ലെവലിലുള്ള ഒരു ചാനൽ, എല്ലാവരും അംഗീകരിക്കുന്ന ചാനൽ NDTV സത്യം കൃത്യമായി പുറത്തുകൊണ്ടുവരുന്ന ചാനൽ, ഒപ്പീനിയൻ പോൾ തുടങ്ങിയവരാ എല്ലാവരും അംഗീകരിക്കുന്ന ഈ ഗവൺമെന്റ് പോലും പേടിക്കുന്ന, അതായത് കേന്ദ്ര ഗവൺമെന്റ് പോലും പേടിക്കുന്ന NDTV പറഞ്ഞിരിക്കുകയാണ്. എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള NDTV പറയുകയാണ്, കേരളത്തിൽ പിണറായി വിജയൻ 18% താഴേക്ക് കുത്തനെ വീണിരിക്കുന്നു ജനപിന്തുണ. അതേസമയം പ്രതിപക്ഷം എന്താ, അത് VD സതീശന് 22.8% കുതിച്ചു കയറിയിരിക്കുന്നു. എന്നും മൂന്നാം ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ നിന്നിരുന്ന VD സതീശൻ്റെ കുതിച്ചു കയറ്റം എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ സർവേ നമ്മൾ ശരിക്കും പിടിച്ചാൽ ഇത് എല്ലാവരും തൃപ്തിപ്പെടുത്തുന്നൊരു സർവേയാണ്. എല്ലാവരും അത് NDTVയുടെ പഴയ പാരമ്പര്യത്തിന് മാറി ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൽ താങ്കൾ പറഞ്ഞ പിണറായിക്ക് 18% പോപ്പുലർ സപ്പോർട്ടുള്ളപ്പോൾ സതീശന് 22% ഉണ്ട്. ഓക്കെ, അവിടെ ആ ഭാഗം അവിടെ കൂടെ കറക്റ്റായി. രണ്ടാമത്തെ ഭാഗം ശൈലജയ്ക്ക് 16% പറയും. 16.9, പിണറായി വിജയന്റെ തൊട്ടടുത്ത്. പിണറായി വിജയൻ ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. അല്ല, ശൈലജയും പിണറായി വിജയനും കൂടെ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ പ്രോ CPM എത്രയായി? അതെ, കുറച്ച് താഴേത് നന്നായി. 35% ആവും. അങ്ങനെയല്ല, ഇവിടെ 22 തരൂരും സതീശനും കൂടെ 32 ആവുന്നു. അപ്പോൾ 3% വ്യത്യാസം അവിടെ വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. പക്ഷെ മറിച്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ രാഷ്ട്രീയ. ഈ 19% എന്നുള്ള കൃത്യമായിട്ടൊരു മാർക്കിംഗ് അല്ല. പിണറായി വിജയൻ 18% മാർക്കിംഗ് അല്ല. ഇത് ഇവർ ആളിൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചിരിക്കാനാണ്. പിന്നെ ഇനി ആൾക്കാർക്ക് എത്ര പെർസെൻറ്റേജ്. അപ്പോൾ CPMന് അനുകൂലമായിട്ട് ഇവിടെ പറയുന്നത് ഭരണം മോശമാണെന്ന് പറയുന്ന കണക്കാണ് അതിനകത്ത് കറക്റ്റ്. ഭരണം മെച്ചെന്ന് പറഞ്ഞാൽ 23% ഉള്ളൂ. അതേ ഇവർക്ക് ആകെ കിട്ടുന്നു. അതെ, 23% ആളുകൾ ഭരണം തീരെ മോശമാണെന്ന് പറഞ്ഞു. 52% ആളുകൾ മോശമെന്ന് പറയുന്നു. അല്ല, 52% മോശമാണെന്ന് പറഞ്ഞു. 23% സപ്പോർട്ട് ചെയ്യുന്ന ആളുള്ളൂ. അത് പോപ്പുലർ മൂഡിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിൽ അതെ, 52% വോട്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് NDTV പറഞ്ഞാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വേണമെങ്കിൽ UDF വിജയിച്ചു പോകാമെന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതായത് ശൈലജയ്ക്കും ഒക്കെ കിട്ടിയ വോട്ടല്ല ഈ ഇത്ര ശതമാനത്തിൽ വരും, 23% വരും. അല്ല, ഞാൻ പറയുന്ന 23% ആളുകൾ മാത്രമാണ് ഗവൺമെന്റ് അത്യാവശ്യം മെച്ചമാണെന്ന് പറയുന്നത്. അതേസമയത്ത് 52% ആളുകൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇവിടെ ജനങ്ങൾക്ക് സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അടുത്ത ആരാണ് ഭരണത്തിൽ വരാൻ പറ്റുന്നത്? നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടല്ലോ. അത് പ്രകാരം 140 സീറ്റിലും പരാജയപ്പെട്ടാൽ അതിശയോക്തിയില്ല, പിണറായി വിജയൻ പോലും തോൽക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഏത് സീറ്റും തോക്കാൻ പറ്റും. ഇപ്പം നമ്മൾ താങ്കളെല്ലാ ചർച്ചകളിലും പറയാറുണ്ട് 15% വോട്ടിൻ്റെ ഷിഫ്റ്റ് ഇടതുപക്ഷത്തുണ്ടാവും. അത് കറക്റ്റാണ് പറയുന്നത്, തെളിയിക്കുന്ന സാധനം. അതിനകത്ത് തെളിയിക്കുന്ന സാധനമുണ്ട്. അല്ല, ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞെന്താ, 15% കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണത്തിൽ കിട്ടിയ വോട്ടും 15% LDFിനെയും 10% BJPന്റെയും ഇങ്ങോട്ട് മാറും എന്നാണ്. എങ്ങോട്ട്? UDFിലേക്ക്. എന്തിനാണെന്നറിയോ? UDFിനെ വിജയിപ്പിക്കുക എന്നുള്ളതല്ല, പിണറായി ഭരണവിരുദ്ധ വികാരത്തിൽ ആരാണോ ജയിക്കുന്നത് അവരെ വിജയിപ്പിക്കുക എന്നുള്ളത്. ആ 15% എവിടെയാണ് കിടക്കുന്നറിയോ? ഈ കണക്കിൽ കിടക്കുന്നത് 15% നോൺ കമ്മിറ്റഡ് വോട്ടേഴ്സാണ് കിടപ്പുണ്ട്. അവർ സമയം സാഹചര്യം നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. ആ 15%മാണ് 2021 ഇടതുപക്ഷത്തെ ജയിപ്പിച്ചതും. അത് കഴിഞ്ഞ് 2024 പാർലമെൻറ്റിൽ കോൺഗ്രസിന് ഭയങ്കര ഭൂരിപക്ഷം കൊടുക്കുകയും ചെയ്തു. ആ 15% ഇവിടെ നോൺ കമ്മിറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അത് ട്രെൻഡ് എങ്ങോട്ടാണോ, ഏത് സൈഡിലേക്കാണോ ആ ട്രെൻഡ് പോകുന്നത്, ആർക്ക് അനുകൂലമായിട്ടാണോ പോകുന്നത്, അതനുസരിച്ച് ഈ 15% റിയാക്ട് ചെയ്യും. അല്ല, നമ്മൾ പറഞ്ഞത് 100% ഇന്റലിജൻസ് റിപ്പോർട്ട്, പിണറായി വിജയന്റെ കൈവശം മുന്നിലിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് 100% സത്യസന്ധമാണെന്ന് NDTVയുടെ ഈ സർവേ തെളിയിക്കുകയാണ്. ഉറപ്പായിട്ടും തെളിയിക്കുന്നുണ്ട്. ഒന്നാമത്. പിന്നെ നേതാക്കന്മാരെ കാര്യം നോക്കാം. ഈ ഭരണപക്ഷത്ത് പിണറായി വിജയൻ തൊട്ടടുത്ത് നിൽക്കുന്നത് ശൈലജയാവുന്നത് പിണറായി വിജയന് ഭയങ്കര ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ 62,800 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ പിണറായി വിജയനേക്കാൾ കൂടുതൽ പിണറായി വിജയൻ 52,000 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്കാണ്? ശൈലജനെ കമ്പിളി വെട്ടി, മന്ത്രിസ്ഥാനത്ത് പോലും വെട്ടി നശിപ്പിച്ച് കളഞ്ഞു. പാർലമെന്റ് ഇലക്ഷന് പോലും തോറ്റില്ലേ? നേരിട്ട് അത് കോൺഗ്രസിലെ ഒരു പുതിയ പയ്യൻ ഷാഫി പറമ്പിൽ വന്ന് മീശ പോലും കൊളുത്തിട്ടില്ല. അവനായിട്ട് മത്സരിക്കുമ്പം ഇവർ ഇത്രയും കെട്ടിപ്പൊക്കെ ഏറ്റവും വലിയ മാവോസത്തിൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ പ്രാമാണ്യം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ശൈലജ ടീച്ചർ അവിടെ തൂക്കുക, ലക്ഷങ്ങൾക്ക് തൂക്കുക, വോട്ടുകൾക്ക് തൂക്കുക. അത് ചെറിയ തോൽവിയാണോ? അല്ല, അത് വരുത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ട്രെൻഡ് ഭയങ്കരമാണ്. കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശാൻ പോണത്.
ഭരണവിരുദ്ധ വികാരം മാഞ്ഞൊരുങ്ങി. പിന്നെ അതിൻ്റെ അകത്ത് മറ്റു നേതാക്കന്മാർ ചെയ്യുന്ന കേരള കോൺഗ്രസിന്റെ വി.ഡി. സതീഷിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? അല്ല, വി.ഡി. സതീശിൻ്റെ അടുത്ത് ആര്? ശശി തരൂരാണ് സ്വല്പ പകുതിയെങ്കിലും ഉള്ളത്. അപ്പോൾ തരൂരിന് എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കും ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യുന്ന കുറേ നേതാക്കന്മാരുണ്ട്. എല്ലാ കെ.സി. വേണുഗോപാലും അവർ തമ്മിലുള്ള എന്താണ്? കെ.സി. വേണുഗോപാൽ പേഴ്സൻറ്റേജ് കാര്യമായിട്ട് പറയുന്നില്ല, പറയുന്നേ ഇല്ല. 2% അല്ലെ 5% വരെ ഉള്ളൂ. അല്ല, പിന്നെ ഇങ്ങനോ രമേശ് ചെന്നിത്തല പിക്ചറില്ല. രമേശ് ചെന്നിത്തല പിക്ചറിലില്ല. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി പിണറായിക്ക് ശേഷം അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയല്ല വി.ഡി. സതീശനാണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ കുറച്ചൊക്കെ പ്രതീക്ഷിക്കുന്നത്. രമേശ് ചെന്നിത്തല ആയിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. കാരണം വി.ഡി. സതീശൻ പോലും എൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ത്യാഗം ചെയ്യാൻ റെഡിയാണെന്നും കൂടെ വി.ഡി. സതീശൻ ഇന്റർവ്യൂവിൽ പറയുണ്ടായി. അപ്പോൾ ഭരണം വരാൻ വേണ്ടി എന്തും വിട്ടുവീഴ്ച ചെയ്യാം. UDFന്റെ ഭരണം, ഈ ജനങ്ങൾ പിണറായി വിജയന്റെ ഭരണം മാറ്റം എന്തും ചെയ്യാന്നാണ്. ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷെ അതൊന്നും വേണ്ട. ജനങ്ങൾ ഇപ്പോൾ വി.ഡി. സതീശനെയാണ് കാണുന്നത് മുഖ്യമന്ത്രിയായിട്ട്. BJPയുടെ സ്ഥിതി എന്താ അതിനകത്ത്? BJPയുടെ സ്ഥിതി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് പറയുന്നുണ്ട്, പേഴ്സൻറ്റേജ് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യണം. രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുന്ന വോട്ടിൻ്റെയും കുറേ വോട്ട്, അതുപോലെ തന്നെ തരൂരിന് കിട്ടുന്ന വോട്ടിന് സമാന സ്വഭാവമുണ്ട്. ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കുന്ന, ഡെവലപ്മെൻറ്റിൻ്റെ ഓറിയൻറ്റായിട്ട് ചിന്തിക്കുന്ന, കക്ഷി ബന്ധങ്ങൾക്കപ്പുറം ചിന്തിക്കുന്ന കുറേ വോട്ടേഴ്സ് ഈ രണ്ട് വോട്ടർക്കുണ്ട്. ടെക്നോക്രാറ്റ് നമുക്ക് പറയാം. ആ വോട്ടേഴ്സാണ് തരൂരിൻ്റെ പിൻബലം. തരൂരിന് പിന്നെ ആദ്യം തൊട്ട് MP ആയിരുന്നുകൊണ്ട് പാർലമെൻറ്റിൽ കോൺഗ്രസ് പിന്തുണയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിരിക്കുന്ന പിന്തുണ സുധീരനോ അല്ല മറ്റേ മുരളീധരനോ സുരേന്ദ്രനോ കിട്ടുന്ന പിന്തുണയല്ല വോട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ആ വോട്ടേഴ്സിൻ്റെ മാറ്റം കൃത്യമായിട്ട് തിരിച്ചറിയണമെങ്കിൽ തരൂരിൻ്റെ വോട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും, സതീശൻ്റെ വോട്ടുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മറിച്ച് രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന വോട്ട് മറ്റൊരു BJP സ്ഥാനാർത്ഥിക്ക് കൊടുക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. അതായത് BJPയിൽ വേറൊരാൾ ഇപ്പം അടുത്തൊന്നും ഇല്ല, അടുത്തേക്ക് നീങ്ങിയ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. 14.8% അദ്ദേഹത്തിൻ്റെത്. പിണറായി വിജയന് 18%, പിന്നെ വി.ഡി. സതീശന് 22.8% എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി.ഡി. സതീശൻ ഓരോ സമയത്ത് എടുക്കുന്ന നിലപാടുകൾ അതാണ് അദ്ദേഹത്തിൻ്റെ വിജയമായി മാറുന്നത്. ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് അത് ശക്തമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട യുവ നേതാവിനെയാണ് ഞങ്ങൾ വെട്ടിമാറ്റുന്നത്, പക്ഷെ നിലപാടാണ് ഞങ്ങൾ ബലി കൊടുക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അന്ന് എടുത്തത് കൊണ്ടാണ് പിന്നീട് CPMന് അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കേസ് വരുമ്പോഴും ഈ കോൺഗ്രസിനെതിരെ ഒന്നും മിണ്ടാൻ പറ്റാതെ വന്നത്. കാരണം അത് എടുത്തിട്ട് തിരിച്ചടിക്കുകയായിരുന്നു. നിങ്ങൾ പത്മകുമാറിനെ ശബരിമല സ്വർണ്ണക്കൊള്ള ഇത് പത്മകുമാറിനെതിരെ വാസുവിനെതിരെ എന്ത് നടപടി എടുത്തു, മുകേഷിന് എതിരെ എന്ത് നടപടി എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയാൻ കോൺഗ്രസിന് അവകാശവും മാത്രമല്ല തൻ്റെ ഇടവും മുന്നിൽ നിൽക്കാനുള്ള ഇതും, അല്ലെങ്കിൽ താഴേക്ക് വീണുപോയിരുന്നു. അടി വരാൻ മുൻകൂട്ടി തന്നെ ഒരു അടി വരാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്ന് മനസ്സിലാക്കി. അത് കേസൊന്നും നിൽക്കില്ലായിരിക്കാം, പക്ഷെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ അത് മതി. കാരണം ആ ചീത്തപ്പേര് വ്യാപകമായി CPM മുമ്പ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി കാണിച്ച നമുക്കറിയാലോ. ഉമ്മൻചാണ്ടിയെ കിട്ടിയപ്പോൾ ഒരു കള്ളക്കേസ് എടുത്ത് എന്തൊക്കെ ആ വന്ധ്യവിയോധികനെ തീർത്ത ദുഷ്ടനാണ് പിണറായി വിജയൻ. ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ചക്കയിട്ടൊരു മുകളിൽ ചേർത്തെന്ന് വെച്ചാൽ എല്ലാ ചക്കയിടുമ്പോഴും ഉമ്മൻചാണ്ടിയെ സ്ഥലം ഉപയോഗിച്ച് വീഴ്ത്താൻ പറ്റി. നാളെ പല പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വി.ഡി. സതീശനൊക്കെ ലിസ്റ്റ് വരും. സതീശൻ ആകുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ വിട്ട് സതീശനിലേക്കാകും ഇവരുടെ ശ്രദ്ധ. പക്ഷേ ഇവിടെ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് 2-3 പ്രയോജനമുണ്ട്. ഒന്ന് കമ്പയർ ചെയ്യണം. VM സുധീരൻ ഇപ്പോഴും ജനങ്ങൾക്ക് ഇപ്പോഴും മണലൂരിൽ നിന്ന് അങ്ങനെ ചെയ്യും. അത് കോൺഗ്രസ്സുകാരുടെ വോട്ട് മാത്രം കൊണ്ടല്ല, ജനാധിപത്യ UDFൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, ഗുഡ് വിൽ എന്ന് പറയുന്ന സാധനമാണ്. അതാണ് ഏറ്റവും പ്രധാന. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മൊത്തത്തിലുള്ള പാർട്ടി വോട്ടുകൾ 30%, 20% എപ്പോഴും കിട്ടും. അതിനപ്പുറത്തേക്ക് ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഗുഡ് വിൽ വേണം. ആ ഗുഡ് വിൽ ഉള്ളത് ഇന്ന് കോൺഗ്രസ്സിൽ ആ ഗുഡ് വിൽ ഏറ്റവും കൂടുതലുള്ളത് വി.ഡി. സതീശനാണ്. രണ്ടാമതുള്ള തരൂരിനാണ്. അതും സത്യമാണ്. അത് നമുക്ക് കംപ്ലീറ്റ് ഇത് വിശ്വസിക്കാൻ തോന്നുന്നതിൻ്റെ കാര്യം വേറെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരല്ലല്ലോ പറഞ്ഞ തരൂരിനാണോ? രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരാണോ തരൂരിന് പകരം പറഞ്ഞല്ല? MMSൻ്റെ പേരാണോ പറഞ്ഞല്ല? ആരുടെ പറഞ്ഞത്? തരൂരിൻ്റെ പേരാണ് പറഞ്ഞത്. തരൂരിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ കമ്മ്യൂണലായിട്ടല്ല തരൂരിന് ആര് വോട്ട് ചെയ്യുന്നത്, നായരായതുകൊണ്ടല്ല തരൂരിന് ചെയ്യുന്നത്. മറിച്ച് തരൂര് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ആ ഇമേജ് ഉള്ളതുകൊണ്ടാണ്. ആ ഇമേജ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ആരുടെ കൂടെ കൂടണം?
വി ഡി സതീശൻ്റെ ഗുഡ്വില്ലുമായിട്ട് കൂട്ടിക്കഴിയുമ്പോൾ ഒരു ഫോർമുലർ ലീഡർഷിപ്പ് കൾച്ചർ ആർക്കും തകർക്കാനാവാത്ത ഒരു ലീഡർഷിപ്പ് കൾച്ചർ കോൺഗ്രസ്സിൽ ഉണ്ടായി വരിക. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളൊന്ന് പുനർജനി പദ്ധതിയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമായി വന്നപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്ന് CBI എൻക്വയറിക്ക് വിടുന്നു എന്ന് പറഞ്ഞ പിണറായി വിജയൻ കുറഞ്ഞ സമയം കൊണ്ട് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് വി ഡി സതീശൻ യാതൊരു തെറ്റും ചെയ്തില്ല. മാത്രമല്ല അദ്ദേഹം പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം 5 പൈസ കൈകൊണ്ട് തൊടാതെ നേരിട്ട് വിദേശത്തു നിന്നുള്ള ആളുകൾ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലെ ഒരു വേറെ ഫൗണ്ടേഷൻ കൊണ്ട് അത് നടത്തിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ആ വീട് കംപ്ലീറ്റ് ഞാൻ പോയിട്ടുള്ളതാണ് അവിടെ. ഞാൻ ആ വീടുകളിൽ പോവുകയും അവിടെയുള്ള ആൾക്കാരൊക്കെ ദൈവത്തെ പോലെയാണ് വി ഡി സതീശൻ കാണുന്നത്. കാരണം പ്രളയം വന്നപ്പോൾ അവിടേക്ക് യാതൊരു സഹായം പിണറായി വിജയൻ കൊടുത്തില്ല 2018. എന്നിട്ടോ അവിടെ ആരില്ല സമയത്ത് വി ഡി സതീശൻ പറഞ്ഞ ഞങ്ങൾക്കറിയാമോ നേരിടാൻ ഈ പറവൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. പറവൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിനോട് 200 വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഇപ്പം എത്ര മാസമായി, എത്ര കോടി 7,000 കോടി രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? നേരത്തെ മറന്നുപോയെങ്കിലോ ജനം. 7,000 കോടിന്റെ അടുത്താണ് അവിടെ കിട്ടിയിരിക്കുന്നത്. 700 കോടിയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. 700 കോടി കിട്ടിയിട്ട് ഇതുവരെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക, വാടക കൊടുക്കുക 90,000 രൂപ മാസത്തില്. അല്ല, ഇപ്പോൾ 90,000 രൂപ വെച്ച് കൊടുക്കാനുള്ള രണ്ടാമത്തെ തീരുമാനമായി. പക്ഷേ ഇവർക്ക് അന്ന് തന്നെ 1 കോടി രൂപ വീതം കൊടുത്താൽ വെറും 300-350 പേരെ ഉണ്ടാവുള്ളൂ. അവർ സ്വന്തമായൊരു വീട് എവിടെയും വെച്ചോളി. 700 കോടി രൂപ കിട്ടിയാൽ ഒരാൾക്ക് 1 കോടി രൂപ വീതം വീട് വെക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി എവിടെയെങ്കിലും വീട് വെച്ചോളും. വയനാടല്ലേ, അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാനമായി. അല്ല, വ്യക്തിപരമായി പലരും ഓഫർ ചെയ്തപ്പോൾ ഞങ്ങൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇവർ ഗവൺമെൻറ് നിലപാടെടുത്തു. ആരും അങ്ങനെ സ്വകാര്യമായിട്ട് ചെയ്യേണ്ട, ത്രൂ ഗവൺമെൻറ് പ്രോപ്പർ ചാനൽ കൂടെ ഗവൺമെൻറ് ചാനൽ കൂടെ മാത്രം അത്തരം കൊടുത്തു എന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ അതിൻ്റെ മൊമെൻ്റ് അങ്ങോട്ട് കുറഞ്ഞു, ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം ഇവരെ ഏൽപ്പിക്കാൻ വിശ്വാസമില്ല ജനങ്ങൾക്ക്. ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇതിന് 700-7,000 കൂടി കിട്ടിയാൽ നമ്മൾ വി ഡി സതീശനെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം നേരിട്ട രീതി, ഒരാളുടെയും സഹായം ഇല്ലാതെ അദ്ദേഹം നേരിട്ട് അവിടെ ജനങ്ങൾക്ക് അത്താണിയായി മാറി. മാത്രമല്ല ഇപ്പോൾ അവർ സുരക്ഷിതമായി വീടുകളിൽ ജീവിക്കുന്നു. അദ്ദേഹം ഓരോ തവണയും പറവൂരിൽ CPIയുടെ LDFന്റെ ശക്തി കേന്ദ്രത്തിൽ ജയിക്കുന്നതിന് കാരണം അദ്ദേഹം ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളായി കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, പൊതുപ്രശ്നങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിർത്തേണ്ട സദാചാര മൂല്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവിന് ഒരു പ്രശ്നം വന്നു, അയാൾ ഇങ്ങനത്തെ പരാതികൾ വന്നപ്പോൾ അത് ശരിക്കും പഠിച്ചിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും. അത് അന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതാണ് സതീശനാക്കിയത് ആ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എൻ്റെ ബോധ്യപ്പെടലിൻ്റെ ഭാഗമാണ് നിലപാട്. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാട് മാറ്റാൻ ഞാൻ ആര് പറഞ്ഞാലും തയ്യാറില്ല. അത്തരം ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ നിയമപരമായി പൂട്ടാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ അതാണ് സുപ്രീം കോടതി വിധികളുള്ളത്. പക്ഷേ ധാർമ്മികമായിട്ട് രാഷ്ട്രീയക്കാരൻ കാണിക്കേണ്ട സദാചാര മൂല്യമുണ്ട്. ആ പാലിക്കുന്നതിൽ അദ്ദേഹം വീഴ്ച വന്നു, താഴേക്ക് പതിച്ചപ്പോൾ തൻ്റെ മുന്നിൽ കാണുന്ന പെൺകുട്ടികളുടെ കണ്ണീര്, അവരുടെ മാതാപിതാക്കളുടെ കണ്ണീര്, അതും സ്വന്തം രാഷ്ട്രീയ നേതാക്കന്മാർ, പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ കണ്ണീര് കണ്ടപ്പോൾ വി ഡി സതീശൻ എടുത്ത നിലപാടാണ് ശരിയെന്ന് പിന്നീട് ചരിത്രം തെളിയിച്ചു എന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസിനെ തിരിച്ചടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തത് സതീശൻ്റെ നിലപാടാണ്. സതീശൻ ഈ നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വെച്ച് കോൺഗ്രസിനെ മുഴുവൻ വീട്ടിലാക്കിയേനെ. ആ ചാൻസ്, പിണറായി വിജയൻ്റെ ചാൻസ് കടക്കലെ ചെത്തി ദൂരെ കളഞ്ഞു. മാത്രമല്ല അദ്ദേഹം മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ലോട്ടറി കേസിലൊക്കെ അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ ഇലക്ഷൻ സമയത്ത് അൻവറിനെ എടുക്കണോ വേണ്ടിയുള്ള തർക്കം ഉണ്ടായപ്പോൾ സതീശൻ ആ നിലപാട്. കാരണം നിലമ്പൂരിൽ അൻവറിനെ കൂട്ടാതെ അൻവർ നിലപാട് മാറ്റി കൃത്യമായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ വേണ്ട, എന്നിട്ട് UDF ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ 12,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചു. നല്ല ഭൂരിപക്ഷത്തിന്. ആ സമയത്ത് അൻവർ മാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് LDFന് ഗുണകരമായൊരു അവസ്ഥയായിരുന്നു. എന്നിട്ടും 12,000 വോട്ട് വന്ന സ്ഥാനാർത്ഥി CPM ഇടാ വന്ന ഏറ്റവും വലിയ താരം തന്നെയുള്ള വാക്കാണ് അവർക്ക് നല്ലത്. സ്വരാജ് ഇവിടെ ബാബുവിനെ തോപ്പിച്ചാണ്, രണ്ടാമത് പിന്നെ തിരിച്ചു തോറ്റുപോയി. ആ സ്വരാജിനെ നിലമ്പൂരിറക്കി, നിലമ്പൂർകാരനാണ്, നിലമ്പൂരിലെ നാട്ടുകാരനും കൂടിയാണ്. നാട്ടുകാരനായ അവരുടെ ഏറ്റവും വിലപ്പെട്ട കോയിനെ വന്നായില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ സതീശൻ കണ്ട, ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അദ്ദേഹം, ഞാൻ എല്ലാ നിയോജക മണ്ഡലത്തിനും പോയിരുന്നു, തൃക്കാക്കര പോയിരുന്നു,
അതേപോലെ ഇവിടെ പുതുപ്പള്ളി പോയിരുന്നു, അതേപോലെ പാലക്കാട് പോയിരുന്നു, നിലമ്പൂർ പോയിരുന്നു, അതേപോലെ ചേലക്കര പോയിരുന്നു. ഈ 5 സ്ഥലങ്ങളിൽ ചേലക്കര തോറ്റു എന്നുള്ളതാണെങ്കിൽ 28,000 വോട്ടാണ് LDFന്റെ പോയി കിട്ടിയത്. 11,000 വോട്ടിനെ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതേസമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് 5ഉം 6ഉം ഇരട്ടി വോട്ടിനാണ് UDF വിജയിച്ചത്. അത് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങും പ്രവർത്തനവും നടത്തി അദ്ദേഹം ആ സ്ഥലങ്ങളിലൊക്കെ UDFനെ വിജയിപ്പിക്കാനുള്ള അടിത്തറ പാകി എല്ലാവരും സജ്ജമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം. ഒരു മിഷനറി ഉണ്ടാക്കി. അദ്ദേഹം എപ്പോഴും പറഞ്ഞെന്താ, ഞങ്ങൾ ഇപ്പോൾ റെഡിയാണ്. ഞങ്ങൾ നേരത്തെ മുമ്പൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് എപ്പോഴാണ്? ഇലക്ഷൻ പ്രഖ്യാപിച്ച് മറ്റവരൊക്കെ പ്രഖ്യാപിച്ച് ഇപ്പൊ അങ്ങനെയല്ല, ഓൺ ദ സ്പോട്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. ആ ഒരു മാറ്റം സതീഷിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ വിജയം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ CPM-നെ പോലെ അടിത്തറയുള്ള കേഡർ പാർട്ടിയുടെ മുമ്പിൽ നേതാക്കന്മാരും ജനക്കൂട്ടവുമായി മാത്രം കഴിയുന്ന കോൺഗ്രസിനെ ഒരു കേഡർ പാർട്ടി സംവിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ KPCC പ്രസിഡന്റ് അല്ലാതിരുന്നിട്ട് പോലും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വമാണ് അതിന് കാരണമെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ അംഗീകാരം കാണുന്ന ശതമാനം. അപ്പോൾ ഒരു കാര്യം പറയാം, NDTVയുടെ ഈ വിലയിരുത്തൽ ശരിയാണ്. അതുപോലെ ഇന്ത്യയിൽ ഇത് കുറെ കൂടി കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അടുത്ത ആഴ്ച നടത്തുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പീരിയോഡിക്കൽ ഉണ്ടാവും. ഇല്ല, എൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ജനങ്ങൾ 52% എതിരാണ്. ഇതൊരു കല്ല് താവട്ടിട്ടിരിക്കുക. ആരാണ് ഇപ്പം മനസ്സിലാക്കിയുള്ളത്? VD സതീശൻ മുന്നിൽ. ഇപ്പൊ VD സതീശൻ ഒന്നും കൂടെ മുന്നിലേയാക്കും. അല്ല, UDFനെ 32% നിന്ന് ഈ 50% കുതിച്ച് കയറ്റാനും സഹായിക്കും. കാരണം ഭരണവിരുദ്ധ വികാരത്തിൽ ആരാണ് പിണറായി വിജയനെ വീഴ്ത്താൻ പറ്റുന്നത്? UDF ആണ്. അപ്പൊ UDFനെ അവർ 52% എത്തിക്കും. ഞാൻ പറയുന്നു 140 സീറ്റിലും തോറ്റാൽ അത്ഭുതപ്പെടേണ്ട, പിണറായി വിജയൻ 8 നിലയിൽ പൊട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത്. കുറ്റിച്ചെല്ലാം കൊണ്ടുവച്ചാലും UDFന്റെ സ്ഥാനാർത്ഥി കുറ്റിച്ചെല്ലാണെങ്കിൽ പോലും ഈ പഹയനൊന്ന് ഇറങ്ങിപ്പോട്ടെ, ഈ കാട്ടുകളനൊന്ന് ഇറങ്ങിപ്പോട്ടെ പിണറായി വിജയൻ, ഇനി ഇവിടെ വേണ്ട. കാരണം കട്ടുമുടിച്ചും സ്വന്തം കുടുംബത്തെ നോക്കിയും ഇന്നലെ വരെ ഉണ്ടാകാത്ത പാർട്ടിന്റെ എല്ലാ നയങ്ങളും വ്യതിചലിച്ചുകൊണ്ട് പാർട്ടിയെ കുത്തുപാളിരിപ്പിച്ച ആളാണ് പിണറായി വിജയൻ എന്ന്, അന്തകനാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതിന്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ ഈ സർവേ എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന പല സർവേകളും അതൊക്കെ തിരിക്കാം.